പിള്ളേർ സ്കൂൾ വിട്ടിട്ട് ചുമ്മാ ഇരിക്കാന്ന് കരുതിയപ്പോഴാണ് ഏട്ടായി ദേണ്ട കുറച്ച് കൊഞ്ചുമായിട്ട് വന്നത്. എന്നാൽ പിന്നെ തീയിൽ വെച്ച് കളയാമെന്ന് വിചാരിച്ചു. കൊഞ്ചെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലതാ വരുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുരുമുളകും കൂടിയിട്ട് ദേണ്ട തേങ്ങ വറുത്തെടുക്കാൻ പോകാം കേട്ടോ. ഞാനല്ല ഇത് ചെയ്യുന്നത്, അമ്മയാണ്. അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ തീയിൽ വെക്കാമെന്ന് തീരുമാനിച്ചത്. അമ്മ വെക്കുന്ന തീയിൽ എന്തെന്നറിയില്ല, അപാര ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അടുപ്പത്തുനിന്ന് ഇറക്കിയും വെക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി വഴറ്റി അതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റി പിന്നെ നമ്മുടെ കൊഞ്ചും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേഗം വെക്കുക. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചിരുന്ന ആ തേങ്ങ ഉണ്ടല്ലോ വറുത്തത്, അതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അത് അരച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ദൈവയുടെ കൊഞ്ച് വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പും അത് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇന്ന് ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ചക്കക്കുരു, അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ എണ്ണയൊന്ന് വറ്റാൻ വെക്കണം, തെളിയാൻ വെക്കണം. അതങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കണം. ആഹാ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.